അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഗുഡ് ഈവനിങ്. നടൻ സിദ്ദിഖിന്റെ ഒരു കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ അത്യാവശ്യമാണ് എന്ന് കോടതി ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. ദ പെറ്റീഷണേഴ്സ് കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ഈസ് ഇനവിറ്റബിൾ ഫോർ ദ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ക്രൈം, എസ്പെഷ്യലി സിൻസ് ഹിസ് ഡിഫൻസ് ഈസ് എ ടോട്ടൽ ഡിനയൽ ഓഫ് ദി ഇൻസിഡന്റ് ആൻഡ് ഹിസ് പൊട്ടൻസി ടെസ്റ്റ് ഈസ് ടു ബി കണ്ടക്ടഡ്. അതായത് അന്വേഷണത്തിൽ SIT ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ്. സിദ്ദിഖ് ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ആർക്കും വ്യക്തമല്ല. ഇങ്ങനെയൊരു കേസിൽ ഒരു അലംഭാവം ഉണ്ടായോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. സുപ്രീം കോടതിയെ സമീപിക്കാനായുള്ള ഒരു സമയം അത് സിദ്ദിഖിന് കിട്ടുകയാണോ യഥാർത്ഥത്തിൽ? വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിലും പരാതിക്കാരിയുടെ സ്വഭാവം മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വാദങ്ങൾ ഉയർത്തി എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഇങ്ങനെ ഒരു കേസിൽ അനിവാര്യമാണ് എന്ന് കോടതി പറഞ്ഞതിനകത്ത് ആശ്ചര്യപ്പെടാനൊന്നുമില്ല. വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കോടതി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. അപ്പൊ ആ ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുവാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അവകാശം അത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കോടതി എങ്ങനെ തീരുമാനിക്കുമെന്നുള്ളത് നാം നോക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പരാതിക്കാരിയുടെ സ്വഭാവഹത്യ നടത്തുന്നത് പോലെയുള്ള നിലപാടുകൾ കോടതികൾ സമീപകാലത്ത് ഒരു തരത്തിലും അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളതല്ല. 1972 മധുര റേപ്പ് കേസ് മുതൽ ക്രമേണ സുപ്രീം കോടതിയുടെ നിയമചിന്ത ഉരുത്തിരിഞ്ഞു വന്ന് നിൽക്കുന്നത് ഒരു ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയുടെ സ്വഭാവത്തിനെ സംബന്ധിച്ച് തെറ്റായിട്ട് വ്യാഖ്യാനം കോടതികൾ പോലും നടത്തരുത്, കക്ഷികൾ നടത്തരുത് എന്നുള്ള വളരെ മഹനീയമായ ഒരു കാഴ്ചപ്പാടാണ്. അത് ക്രമേണ നമ്മുടെ ജൂറിസ്പ്രുഡൻസ് അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ നിലപാടുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്ര ഗൗരവകരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അനുകൂലമായിട്ട് വരുന്ന ഒരേ ഒരു ഘടകം ഇത്ര ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ ഇത്ര വർഷങ്ങളുടെ കാലവിളംബം ഉണ്ടായി എന്നുള്ളതാണ്. അതും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതി അത് ഗെറ്റ് ഓവർ ചെയ്യും. പക്ഷേ ആ കാലവിളംബം ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായിട്ട് തന്നെ നിലനിൽക്കുന്നു. പിന്നെ ഹൈക്കോടതിയുടെ വിധി ഞാൻ വായിച്ചിട്ടില്ല. വിധിയിൽ എത്രത്തോളം യുക്തിസഹമായിട്ടാണ് കോടതി തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സുപ്രീം കോടതിയുടെ ഇന്റർഫറൻസിനുള്ള സാധ്യത. ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷന് പുറത്ത് അതിന്റെ മുകളിൽ പോകുന്ന പ്രത്യേക അനുമതി ഹർജി പെൻഡിംഗ് ആയിട്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ ആ ഹർജി ഇൻഫ്രക്ച്വസ് ആയി പോവും, അലസിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നിയമത്തിന് ഇതിന് പ്രാധാന്യമില്ല. അപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് പരിമിതികളൊന്നും ഇല്ല എങ്കിൽ കൂടിയും സുപ്രീം കോടതിയെ സമീപിക്കുകയാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു വെയിറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു പ്രൊപ്പറൈറ്റിയുടെ ഒരു അല്ലെങ്കിൽ അതിനകത്തൊരു അങ്ങനെ ഒരു നിലപാട് അവരെടുക്കുന്നതിനകത്ത് തെറ്റ് നമുക്ക് പറയുവാൻ കഴിയില്ല. പക്ഷേ ഈ ഹർജിക്കാരി ഈ പരാതിക്കാരി അല്ലെങ്കിൽ ഇര പരാതി കൊടുത്തതിന് ശേഷം ഈ കുറ്റാരോപിതനെ ഒരു തവണ പോലും ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഉയർന്നു വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഒരു സഹായം കിട്ടുന്നുണ്ടോ, ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ടോ എന്ന ചോദ്യം അത് പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. കാരണം സിദ്ദിഖ് ഇന്നലെ വൈകിട്ട് വരെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ ഇവിടെ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇന്നത്തെ ഈ കേസിൽ വിധി മറിച്ചാവുകയാണെങ്കിൽ ഒളിവിൽ പോകണം എന്നുള്ളത് ആരായാലും ചെയ്യുന്ന കാര്യമാണല്ലോ. അത് കൃത്യമായി ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നു. നിയമത്തിന്റെ വഴിയിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ വഴിയിൽ വന്നു നിന്ന് ആ കൃത്യമായ നിയമ വഴിയിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത് ഒളിച്ചോട്ടമാണ് നടന്നിരിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ റൈറ്റിനെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ സിദ്ദിഖിനൊരു സഹായം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷണ സംഘം പൂർണ്ണമായും തനിക്കൊപ്പമല്ല എന്ന് പറയുന്നത് പരാതിക്കാരിയാണ്. അതും പൊതുസമൂഹം കണക്കിലെടുക്കേണ്ടതല്ലേ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്? തീർച്ചയായിട്ടും പൊതുസമൂഹം മാത്രമല്ല അത് നിയമവ്യവസ്ഥയും കണക്കിലെടുക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. കാരണം ഇത്ര ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ തെളിവ് വരെയും സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഘട്ടത്തിൽ പോലീസ് തന്നെ വെളിവാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്ര ദിവസങ്ങളായി കുറ്റാരോപിതനെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ എത്രത്തോളം സെൻസിറ്റിവിറ്റിയാണ് ഇത്തരത്തിലൊരു ഇരയോട് അവർ കാണിച്ചതെന്നുള്ളത് ആശ്ചര്യത്തോടുകൂടി മാത്രമേ നമുക്ക് വീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. വളരെ ഗൗരവകരമായിട്ടുള്ള അലംഭാവം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നൊരു ആരോപണം വരികയാണെങ്കിൽ അതിനകത്തൊരു സത്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പങ്കെടുത്തതിന് സംസാരിച്ചതിന്.